ഹലോ, ചച്ചുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്നെ കാണിക്കണില്ല. എനിക്ക് വയ്യാതിരിക്കുന്നവരുണ്ടും ഒരു ഉഷാറില്ലാത്തവരുണ്ടൊക്കെയാണ് എന്നെ കാണിക്കാത്തത്. ആകെ തളർച്ചയാണ്, അതെനിക്കുള്ളതാണ്. പിറന്നാളാവുമ്പോൾ ഭയങ്കര തളർച്ചയും. ഞാൻ പറഞ്ഞില്ലേ, മൂന്നാം തീയതി എൻ്റെ പിറന്നാളാണ്. ഇപ്പം ഞാനൊരു മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ തുമ്പികൾ പറക്കണണ്ട. തുമ്പികൾ എന്തോരം തുമ്പിയാന്ന് നോക്ക്. നല്ല ഭംഗിയല്ലേ കാണാൻ. തുമ്പികൾ ഇഷ്ടംമാരെ തുമ്പികൾ ഇങ്ങനെ പറക്കണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ. എന്താ എന്താ തുമ്പികൾ കുടുംബശ്രീ കൂടിയൊക്കെയാന്ന് തോന്നുന്നു. കുടുംബശ്രീ കൂടാൻ വന്നതാന്ന് തോന്നുന്നു. അതിന് മാത്രം തുമ്പികൾ, ഇഷ്ടംമാരെ തുമ്പികളാണ്. അവിടെയൊക്കെ പറക്കണുണ്ട് കേട്ടോ. ഉണ്ടോ, കാണാൻ പറ്റണ്ട നിങ്ങൾക്ക്? നമ്മുടെ ഇവിടുത്തെ കാഴ്ചയാണ്. വൈകുന്നേരമായി കഴിയുമ്പോൾ നിറച്ചും തുമ്പികളും. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഉണ്ടോ, കുറേ ഉണ്ട് കേട്ടോ തുമ്പികൾ. എന്തെങ്ങനെ വന്നേക്കണെന്ന് അറിയില്ല കേട്ടോ. ഇങ്ങനെ ലൈൻ പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കണുണ്ടായി. ഉണ്ടതേ അവിടെയൊക്കെ ഇരിക്കണുണ്ടോ. ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. വീണ്ടും ഞാൻ പറയണ, 3-ാം തീയതി എൻ്റെ പിറന്നാളാണ്. എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു. വരാൻ പറ്റുന്നവർ കോട്ടയം എത്തണ്ട, കുറവലങ്ങാടാണ് ഞങ്ങളുടെ സ്ഥലം. കുറവലങ്ങാട് വന്നിട്ട് എൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. യൂട്യൂബിനകത്ത് എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ക്ഷണിക്കുന്നു. എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ അച്ഛനും അമ്മയും ആരും വരാനൊന്നുമില്ല. രണ്ടനിയന്മാരും കൊച്ചുള്ളതുകൊണ്ട് ഒത്തിരി ആൾക്കാർ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാരൊക്കെ വരുന്നത് നല്ല രസമല്ലേ കാണാൻ. സന്ധ്യ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തുമ്പികൾ പാറി നടക്കുന്നു. അടുത്ത അത്തമ്മച്ചിക്ക് കുറുമ്പ് കൂടണുണ്ട് കേട്ടാ. അല്ലേ കുറുമ്പത്തി കുറിഞ്ഞി കണ്ട. അവൾക്ക് നല്ല കളറൊക്കെ വെച്ച് വന്നുണ്ട്. അവൾക്കിടെ വാലിനൊക്കെ നീട്ടം വെച്ച് വന്നുണ്ട്. അവളെ കുളിപ്പിക്കാറായി. അവളെ തത്തമ്മച്ചിനെയും ഒക്കെ കുളിപ്പിക്കാറായി. തുമ്പികൾ അവിടെയൊക്കെ പറക്കണ്ട കേട്ടോ, ഒത്തിരി പറക്കണുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ നല്ല രസമല്ലേ. ഇവിടെയൊക്കെ ദൂരമാണ്. ഞാൻ കുറച്ച് പേരെ പിറന്നാൾ വിളിച്ചിട്ടുണ്ട്, വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വന്നാൽ മതിയായിരുന്നു. എല്ലാവരെയും കാണാനുള്ള ആഗ്രഹമുണ്ട്. എല്ലാവരെയും കാണാൻ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അനൂപേട്ടൻ, ഐശ്വര്യയുടെ പിള്ളേർ, പിന്നെ മാളുച്ചേച്ചി, ബിൻചേച്ചി, അവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും വന്നു കഴിയുമ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇടാം, എല്ലാവരെയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യാം കേട്ടോ. അവരെയൊക്കെ കാണാൻ കൊതിയാവുന്നുണ്ട്. കുറേ നാളായി അവരെയൊക്കെ കണ്ടിട്ട്. ഞങ്ങളുടെ ഓടിൻ്റെ പുറത്തായിട്ടൊക്കെ നിറച്ചും തുമ്പിയാണ് കേട്ടോ. അപ്പം
എന്നെ കാണിക്കാത്തതൊന്നും തോന്നരുത് കേട്ടോ ആരും. നാളെ കാണാം കേട്ടോ. ഇന്നെനിക്ക് ഭയങ്കര തളർച്ചയായിരുന്നു. ഞാൻ കിടക്കുകയായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. ശരീരമൊക്കെ ഭയങ്കര വേദന, ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ കിടക്കുകയായിരുന്നു. ഞാനിപ്പോൾ എഴുന്നേറ്റതാണ്. ചിലർ എഴുന്നേറ്റ് മുറ്റത്ത് തുമ്പിയൊക്കെ പറക്കണ കാണാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് കൊച്ച് പുറത്തോട്ട് പോയപ്പോൾ വിളിച്ചതാണ്. കൊച്ചും ഇളയനിയനും കൂടി പുറത്തോട്ട് പോയേക്കാണ്. അപ്പം വിളിച്ചെഴുന്നേൽപ്പിച്ചത്. അപ്പം ഞാനിങ്ങനെ അന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാം ഞങ്ങളുടെ തുമ്പികളെയൊക്കെ. എൻ്റെ കൂട്ടുകാരികളാണ്, കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും തുമ്പിയൊക്കെ. എന്തോരം പേരാണെന്നറിയോ എനിക്ക് കൂട്ടുകാരന്മാരായിട്ട് കണ്ട പാറിപ്പറന്ന് നടക്കുകയാണ്. എന്നെപ്പോലെ അവരും പാറിപ്പറന്ന് നടക്കുകയാണ്. അപ്പം ഓക്കെ, ബൈ.